الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. قال تعالى في قرآنه الكريم: بسم الله الرحمن الرحيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين. ബഹുമാന്യ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച ഒരു മാസം. പാരായണത്തിന് വേണ്ടി എന്നതാണ് ആ പദത്തിൻ്റെ അർത്ഥം എങ്കിൽ പോലും അത് പാരായണം ചെയ്യാൻ മാത്രമല്ല കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൻ നംലിലെ ഏതാണ്ട് അവസാനത്തെ ആയത്തുകളുടെ തൊട്ടു മുമ്പിലായി വഉമിർതു അൻ അത്ലുവൽ ഖുർആൻ, ഇസ്ലാം കാര്യത്തെ സംബന്ധിച്ചും ഈമാൻ കാര്യത്തെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെയാണത്? ഹഖ്ഖ തിലാവതിഹി, എങ്ങനെയാണോ അത് പാരായണം ചെയ്യേണ്ടത് അതേ രൂപത്തിൽ നിന്ന്, പാരായണത്തിന് തന്നെയുമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്നതാണ് ഒരു വിശദീകരണം. മറ്റൊന്ന്, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ അഫലാ യതദബ്ബറൂനൽ ഖുർആന അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അവർ ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ, തീർത്തും സൂക്ഷ്മമായി അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ വീണിട്ടുണ്ടോ? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ലിയദ്ദബ്ബറുൽ ഖൗല വലിയതദക്കറ ഉലുൽ അൽബാബ്,
പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ചിന്തിച്ച് ഉൾക്കൊള്ളാനും അപ്പം മനസ്സിലാകും അത് ശിഫയാണ്, അനുഗ്രഹീതമായ മുബാറക്കാണ്, അതുപോലെ തന്നെ ഹുദയാണ്, സന്മാർഗമാണ് എന്ന്. അതുകൊണ്ടാണ് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ പ്രയോഗം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അതാണ്. സത്യത്തെ അസത്യത്തെയും സത്യത്തെയും എല്ലാം വ്യവച്ഛേദിച്ച് ഇന്നതാണ് സത്യം എന്നത് ബോധ്യപ്പെടുത്തി തരാൻ സത്യാസത്യ വിവേചനം ഹുദൽ ലിന്നാസ്, ഒരു വ്യക്തിക്കല്ല മാലോകർക്ക് സന്മാർഗമായിട്ട്. അതുകൊണ്ട് ഈ ഖുർആനിന്റെ പാരായണം പോലും പരിശോധിച്ചു നോക്കിയാൽ നല്ല ഹൃദയസ്പൃക്കായ മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ നമസ്കാരങ്ങളിലുള്ള പാരായണം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഒരുപാട് പ്രകമ്പനമുണ്ടാകും. അർത്ഥമറിയാതെ തന്നെ ആ ഇമാമിന്റെ പാരായണത്തിന്റെ വശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നരകത്തിന്റെ ഭീകരതയെ സംബന്ധിച്ചുള്ള വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം വിങ്ങിപ്പൊട്ടും. ആ നിലക്ക് അർത്ഥമറിയാതെ തന്നെ മുഅ്ജിസത്തുള്ള ഒരു ഗ്രന്ഥമാണത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണവുമായി ബന്ധപ്പെട്ട് നബി നമസ്കരിക്കുമ്പോൾ ഹദീസിൽ കാണാം, നബിയുടെ തേങ്ങലുകൾ അസീറും കഅസീറിൽ മിർജൽ മിനൽ ബുകാ. മനസ്സിലായോ? സങ്കടം കൊണ്ട്, ഹൃദയത്തിന്റെ വിതുമ്പൽ കൊണ്ട് ആസിന്റെ കല്ലിന്റെ ഒരു എരമ്പല് പോലെ ഒരു ശബ്ദം നബിയുടെ നമസ്കാരത്തിന്റെ ഇടയിൽ പാരായണത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, തഖ്ശഇറു മിൻഹു ഖുലൂബുഹും വജുലൂദുഹും. അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും, അവരുടെ തൊലികൾക്ക് രോമാഞ്ചം ഉണ്ടാകും. എന്തേ കാര്യം? ഖുർആൻ അവതരിച്ചത് എന്തിനാ? ആ വശങ്ങൾ വളരെ വിശാലമായി വിശദീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യ മനസ്സിനെയാണ് സംസ്കരിക്കേണ്ടത്. ആ നിലക്ക് തന്നെ മനസ്സുകളിലാണ് ഖുർആനിന്റെ സ്വാധീനം കിടക്കുന്നത്. അത് ഉൾക്കൊണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ അത് ഉൾക്കൊണ്ട ആളുകളുടെ ജീവിതം. ഹജ്ജിനു വേണ്ടി നബിയുടെ അടുക്കൽ വന്ന ഒരു സഹാബി റസൂലുള്ളാഹിയോട് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹജ്ജിന് പുറപ്പെടാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ്. ഇത് കേട്ട റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്റെ ഹജ്ജ് മാതാപിതാക്കളെ സംരക്ഷിക്കലാണ്. നീ തിരിച്ചുപോയി അവരുടെ കരച്ചില് മാറ്റി വരണമെന്ന്. ചിന്തിച്ചു നോക്ക്. ഏതൊരു മനുഷ്യന്റെയും അതിസൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഖുർആൻ മാറ്റം ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഈ വശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരുടെ കൂടെ യുദ്ധത്തിന് പോകുന്നു. ആ ഘട്ടത്തിലാണ് ഈ സൈനിക വിഭാഗം ബറ്റാലിയനുകൾ കടന്നു പോകുന്ന വഴിമധ്യേ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്നിട്ട് നബി അവിടെ ചിലരെ പട്ടാളക്കാരെ കാവൽ നിർത്തുകയാണ്. അതിനും കുഞ്ഞിനും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ. എത്രമാത്രമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇത് സ്വാധീനം ചെലുത്തുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ അടിപിടിയുണ്ടാക്കി മദ്യലഹരിയിൽ നീന്തിക്കുളിച്ച് മല്ലന്മാരോട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ആ നിലക്ക് കഠിന ഹൃദയനായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കിയ മാറ്റം
ഒരു പ്രാവശ്യം നമുക്കറിയാവുന്ന ചരിത്രം, തൻ്റെ പ്രജകൾക്കിടയിലുള്ള വിഷയങ്ങൾ അന്വേഷിച്ച് പുറത്തിറങ്ങി. ഒരു കൂരയിൽ നിന്ന് ഒരു പൈതലിന്റെ നിർത്താതെയുള്ള കരച്ചിൽ. സലാം പറഞ്ഞ് വാതിലിനൂട്ടി അന്വേഷിച്ചു, പെണ്ണെ എന്താണ് പ്രശ്നം? നീ എന്താണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? അവർ മറുപടി പറഞ്ഞതെന്താ? താൻ കേട്ടിട്ടില്ലേ ഉമറിന്റെ വിളംബരം, മുലകുടി നിർത്താത്ത പൈതലുകൾക്ക് റേഷൻ ഇല്ലെന്ന്. ഈ വിഷയം കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നെഞ്ചകം പൊട്ടുമാറ് പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണീർ കണങ്ങളിട്ട് തിരിച്ചു വരികയും പിറ്റേ ദിവസം മിമ്പറിൽ കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എന്റെ ഭരണത്തിന്റെ കീഴിൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇന്നു മുതൽ റേഷൻ ഉണ്ട്. ഈ ഒരു മാറ്റത്തെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്ക്. സാഹോദര്യത്തിന്റെ വിഷയം, മനുഷ്യർ നമ്മളൊക്കെ എമ്പാടും ഒരുപാട് കലക്ഷനിൽ പങ്കുചേരുന്നവരും ആരും അറിയാതെ ധർമ്മം നൽകുന്നവരും സകല മനുഷ്യരും നമ്മളുടെ ദൃഷ്ടിയിൽപ്പെട്ടവരിൽ ആരൊക്കെയുണ്ടോ അവരിൽ പ്രയാസപ്പെടുന്നത് അവരുടെ നൊമ്പരങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ മടി കാണാത്ത ഒരു മനസ്സ് നമ്മൾക്കുണ്ടായില്ലേ? എവിടുന്ന് കിട്ടിയത്? ഇത് മുസ്ലിംകളുടെ മാത്രം പ്രത്യേകതയാണ്. അത് കേവലം എങ്ങനെയെങ്കിലും ലഭിച്ചതല്ല, ഖുർആൻ മനസ്സിലുണ്ടാക്കിയ മാറ്റമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ചു നോക്കിയാൽ, തന്റെ സഹോദരൻ മുഅ്ത യുദ്ധത്തിൽ മരണത്തോട് മല്ലടിച്ച് എന്ന് വെള്ളത്തിൽ ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. കൂടെ ഒരാൾ അത് കണ്ട് ഒരു പാത്രം വെള്ളവുമായി ഒരാളുടെ അട്ടഹസിക്കുന്ന കരയുന്ന മനുഷ്യന്റെ, ചങ്ക് പൊട്ടുന്ന മനുഷ്യന്റെ അടുക്കലെ കൂടി അയാൾ പറയുന്നു, എന്നേക്കാൾ പ്രയാസപ്പെടുന്ന മറ്റൊരാളുണ്ട്. അയാളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങോട്ട് ചെന്നു. രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളുടെ നേരെ ചൂണ്ടിക്കാണിച്ചു, എന്നേക്കാൾ പ്രയാസപ്പെടുന്ന മറ്റൊരാളുണ്ടെന്ന്. ഇത് മൂന്നാമത്തെ ആളുടെ അടുക്കലേക്ക് അയാൾ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നാമത്തവന്റെ നേർക്ക് തന്നെ ചെല്ലാൻ. ആദ്യത്തെ ആളുടെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോൾ അയാൾ ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവന്റെ അടുക്കലെത്തിയപ്പോൾ അയാളും ഷഹീദായി. മൂന്നാമത്തവന്റെ അടുക്കലെത്തിയപ്പോൾ മൂന്നാമത്തവനും ഷഹീദായി. ഈ ഒരു മാനസികമായ അടുപ്പവും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും എത്രമാത്രം സുദൃഢമാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. ആ പരിശുദ്ധ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ നിലക്ക് മനുഷ്യനെ നിലനിർത്താൻ പര്യാപ്തമായതാണ്. യഹ്ദീ, സന്മാർഗത്തിലേക്ക് നയിക്കും. വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ, തീർച്ചയായും ഈ ദൗത്യം ഏറ്റെടുത്ത് ഖുർആനിന്റെ ദൗത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ ഒരിക്കലും അവരുടെ പ്രവർത്തനം നിഷ്ഫലമാകുന്നില്ല. മരണത്തിന് ശേഷം അവർക്ക് സുഖമായ ജീവിതവും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് ആ പരാമർശം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ഈ മനുഷ്യന്റെ ഇഹപര രക്ഷയ്ക്ക് ആവശ്യമായ സകലമാന കാര്യങ്ങളും അടങ്ങിയ ഈ പരിശുദ്ധ ഖുർആൻ ആരുടെ മുമ്പിലും അതിലേക്ക് ദഅവത്ത് നടത്താം. അത് തന്നെയായിരുന്നു റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കയറി ചെന്ന രംഗം നമുക്ക് കാണാം. കുറിയ കുതിരപ്പുറത്ത് കയറി പൊട്ടിയ വാളുമായി റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് അയാളുടെ അലങ്കൃതമായ പരവതാനി മൈൻഡ് ചെയ്യാതെ ആട്ടുകട്ടിലിൽ നേരെ പോയിരിക്കാൻ ശ്രമം നടക്കുന്നു. പട്ടാളക്കാർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു. അയാൾ ഇരിക്കട്ടെ, റുസ്തമിന്റെ ചേർന്ന് അയാൾ ഇരുന്നു. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ എന്തിനാ വന്നത്? പാറ്റയെയും കൂറയെയും ജന്തുക്കളെയും പിടിച്ചു നിന്ന് പരസ്പരം കലഹിച്ച് തല്ലുകൂടി
അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധം ചെയ്ത് ജീവിച്ച നിങ്ങൾ എന്തിനാ വന്നത് എന്ന റുസ്തമിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഞങ്ങൾ വന്നിരിക്കുന്നത് സൃഷ്ടികളുടെ ആരാധനയിൽ നിന്ന് സൃഷ്ടാവിന്റെ ആരാധനയിലേക്ക് ക്ഷണിക്കാൻ. മനുഷ്യർ മനുഷ്യരെയല്ല, സൃഷ്ടികളെയല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെയാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെ ആ റുസ്തമിന്റെ കൊട്ടാരത്തിൽ വെച്ച് സകല കാര്യങ്ങളും അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റായി ആവശ്യമുള്ളത് തന്നാൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ലേ? അയാൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ സംബന്ധിക്കാൻ വന്നിട്ടുള്ള മുഴുവൻ സൈനികർക്കും ഒരേപോലെ തുല്യമായി ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാം. പക്ഷേ ആ അല്ലാത്ത നിലക്കുള്ള അനീതി ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ ചിലരിൽ ചിലരെ അടിമകളാക്കി വെക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു തന്നതെന്താ? ഇങ്ങനെ ആരുടെ മുമ്പിലും ഈ ഒരു ആദർശം വെട്ടിത്തുറന്ന് പറയാൻ പര്യാപ്തമായ വിധത്തിലുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതൊന്ന് പരിശോധിച്ചു നോക്കാൻ. ഇത് അവതരിച്ച മാസം പരിശുദ്ധ റമദാനാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എല്ലാവർക്കും അറിയുന്ന പരിചയമുള്ള ഒരായത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ റമദാനിന്റെ പോരിശ നോമ്പിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം നിലനിർത്താൻ നമ്മൾക്ക് നിയമമാക്കി തന്നു. എന്നിട്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ രാത്രി നിസ്കാരമില്ലേ, അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞു, മൻ ഖാമ, ഈ റസൂലുള്ളാഹ് പറയുന്നെന്താ? മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. അതിലൂടെ മനുഷ്യന് ലഭിക്കുന്നത് എന്താ? അവന്റെ തസ്കിയത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണം, മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ, അവനെ ശുദ്ധനാക്കാൻ, മലീമസമായ ലോകത്ത് നിന്ന് ഏറ്റവും നല്ല സമാധാനം ലഭിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകണം. അതാണ് ശിഫ എന്ന പദപ്രയോഗം. അതിനുവേണ്ടി ഈ അവസാനത്തെ 10 ചില വശങ്ങൾ മുഅ്മിനുകളായ ആളുകൾക്ക് തന്റെ പാപങ്ങൾ കഴുകിക്കളയാനും സൃഷ്ടാവായ അല്ലാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ സകലമാന കാര്യങ്ങളും അവന്റെ മുമ്പിൽ നിരത്തി വെക്കാനും എന്ന നിലയിൽ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു ദിവസത്തിന്റെ ശ്രേഷ്ഠതയും അതിൽ വെച്ചു. മനസ്സിലായോ? അത് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, സ്വർഗത്തിലെത്തിക്കാൻ അതിനു വേണ്ടി വെച്ച അവസരം. എന്നിട്ടും സങ്കടകരമെന്ന് പറയട്ടെ, ഈ അമൂല്യ നിധികളായ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ അങ്ങാടികളിൽ റമദാൻ ഫെസ്റ്റ് എന്ന പേരിലും ഞങ്ങളുടെ നാട് എന്ന പേരിലുമൊക്കെ ആളുകൾ എന്തെല്ലാം തോന്നിവാസങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമസ്കാരം അവർക്ക് പ്രശ്നമല്ല, പ്രാർത്ഥന അവർക്ക് പ്രശ്നമല്ല, ഇഅ്തികാഫ് അവർക്ക് പ്രശ്നമല്ല. എന്തേ നമ്മളെ സമുദായം ഇങ്ങനെയായി പോയത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്രമാത്രം ഉദാത്തമായ ദിനരാത്രങ്ങളിലൂടെയാണ് മുഅ്മിനുകളായ ആളുകൾ ഈ റമദാനിലൂടെ കടന്നു പോകുന്നത്. അവസാനത്തെ 10 ദിനരാത്രങ്ങൾ അത് വല്ലാത്ത മൂല്യം നിറഞ്ഞ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ആ ഹൃദയസ്പൃക്കായിട്ടുള്ള ആ ഇബാദത്തിന്റെ അവസാനത്തെ 10. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പകൽ സമയത്ത് നബി അല്പം വിശ്രമിക്കും, രാത്രി ഹയാത്താക്കുകയും ചെയ്യും. ഈ കണ്ണുകൾ നാളെ മഹ്ശറ ലോകത്ത് റബ്ബിന്റെ സംവിധാനത്തിലെത്തുമ്പോൾ ആ കണ്ണുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട്. നരകം സ്പർശിക്കാത്ത കണ്ണുകൾ, പാരായണം ചെയ്ത ഖുർആൻ, ആ ഖുർആൻ റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ കണ്ണുകൾ ഉണ്ടല്ലോ നാഥാ,
ഉറക്കച്ചടവ് കൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ട് അയാൾ വീണ്ടും വീണ്ടും മുഖം കഴുകി എന്നിട്ട് നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മുഴുകിയിട്ടുണ്ട്. റബ്ബേ, അതുകൊണ്ട് ശഫീഅനി, ഞാനിതാ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു തമ്പുരാനെ. ഇതേപോലെ തന്നെ ഖുർആനും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ എന്തുമാത്രം നഷ്ടമായിരിക്കും ഒരു മനുഷ്യനുണ്ടാകുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി, കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് എവിടെയാണ് സഹോദരങ്ങളുള്ളത്? പല ആളുകളും നമ്മളെ വിട്ടുപിരിഞ്ഞു. കിഡ്നി വീക്കായിട്ട് മരിച്ചവര്, ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചവര്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിൽ പോയി അവിടുന്ന് ഭീകര താണ്ഡവത്തിന് വിധേയമായി കൊല്ലപ്പെട്ടവര് എത്ര എത്ര ആളുകൾ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കുടുംബത്തിൽ, പരിചയത്തിൽ, ബന്ധുക്കളിൽ വയോവൃദ്ധരായി അല്ലാത്ത നിലക്ക് മരണപ്പെട്ട എത്ര ആൾക്കാരുണ്ട്. അള്ളാഹ് കൂട്ടിക്കൊണ്ടുപോലേ? എന്തത്ര ഉറപ്പ്? അടുത്ത റമദാനിൽ ചെയ്യാം, അടുത്ത റമദാനിൽ നോക്കാം എന്നത് ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തജല്ലി. വിശ്വാസം എന്നത് കുറെ ജാടകളല്ല, മറിച്ച് ആഗ്രഹങ്ങള്, അടുത്ത റമദാനിൽ നോക്കാമെന്ന പ്രതീക്ഷകൾ അല്ല. അത് കാത്തിരിക്കണ്ട, ഒരുറപ്പും അതിനില്ല. ആരോഗ്യമുള്ള ആളുകളാണ് പടച്ചവൻ വേഗം കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് കൊറോണയുടെ വൈറസ്, അല്ലെങ്കിൽ അന്ന് കുത്തിവെച്ച കുത്തിവെപ്പ്, അങ്ങനെ പല കാരണങ്ങളും നമ്മൾ പറയും. പക്ഷേ റബ്ബ് ആരോഗ്യമുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, അവരുടെ റൂഹം പിടിച്ച് പോകുമ്പോൾ നമുക്കൊരു പാഠം തരികയാണ്. നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഇതിന് ചാൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇന്ന് രാത്രി മുതൽ 21-ാം രാവ് ആരംഭിക്കുന്നു. ആ ദിനരാത്രങ്ങളിൽ പലതും നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇഅ്തികാഫ്. ഇഅ്തികാഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മസ്അലകൾ ഇൻഷാ അല്ലാഹ് ഖുതുബക്ക് ശേഷം ഞാൻ സൂചിപ്പിക്കാം. അതുപോലെ സാമ്പത്തിക, കടപരമായ, പലിശ സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ചും ഞാൻ സൂചിപ്പിക്കാം. ഈ ഇഅ്തികാഫിനെ സംബന്ധിച്ചിടത്തോളം തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രി മിൻ അവാഖിരി റമദാൻ. റമദാന്റെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അത് പറയുക മാത്രമല്ല, നബിയുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. അവസാനത്തെ നബിയുടെ ആ വഫാത്ത് ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലെ അവസാനത്തെ റമദാനിൽ അള്ളാഹുവിന്റെ റസൂൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. നമ്മൾക്ക് ആ 10 ദിവസമെങ്കിലും കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, അതിന് നമ്മൾ ഒരുങ്ങുക. അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടുകയില്ല. മാത്രമല്ല ഹദീസിൽ കാണാം, അതിനു വേണ്ടി ഒരുങ്ങ. ഒരുപാട് കാര്യങ്ങള് പള്ളിയിൽ തന്നെ ആകുമ്പോ വീട്ടിലെ പല കാര്യങ്ങളും പൂർത്തിയാക്കാനുണ്ടാകും. അതൊക്കെ സെറ്റപ്പ് ആക്കുക. എന്നിട്ടോ കുടുംബക്കാരെയും വിളിച്ചുണർത്തുമായിരുന്നു ആ വിഷയത്തില്. ഭാര്യയോടും മക്കളോടും, ഉപ്പ പള്ളിയിലായിരിക്കും, നിങ്ങൾ അവിടേക്ക് വരണം, നിങ്ങൾ ഓരോ ദിവസവും എന്റെ കൂടെ നമസ്കരിക്കാനെത്തണം. അവർക്ക് ഇഅ്തികാഫിന് സാധിക്കുമെങ്കിൽ ആ നിലക്ക് അവരെയും പ്രചോദിപ്പിക്കുക. ഒരു ദിവസമാണ് രാത്രി നേരം വെളുക്കുന്നത് വരെ ഇഅ്തികാഫിരിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം അയാൾക്കുണ്ട് സഹോദരങ്ങളെ. ആ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ തന്റെ ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാം. അതേപോലെ തന്നെ നമസ്കാരത്തിൽ പങ്കെടുക്കാം. പ്രാർത്ഥന നിരതമായ തസ്ബീഹുകളുടെ, തഹ്ലീലുകളുടെ ലോകത്തേക്ക് ആ ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കിട്ടും. മറിച്ച് 1 മുതൽ അവസാന ദിവസം വരെ, അതായത് 21-ാം രാവ് മുതൽ മാസം കാണുന്നത് വരെയുള്ള ദിനരാത്രങ്ങളിൽ, രാത്രികാലങ്ങളിൽ ആ ഇടക്കായിരിക്കും ലൈലത്തുൽ ഖദ്ർ വരുന്നത്. നമുക്കറിയാം. ഇത് സൂചിപ്പിക്കാതെ നിവൃത്തിയില്ല, ഞങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിവുണ്ടായിട്ടെന്ത് കാര്യം? പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ
എന്ത് ഫലാ പിന്നെ അതുകൊണ്ടുള്ളത്? നബി പറഞ്ഞല്ലോ, എന്റെ സമുദായത്തിന്റെ ദുര്യോഗം അവർക്ക് അവസാനമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ആ പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ നബി എണ്ണിയിരിക്കുന്ന ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാം, പക്ഷേ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരില്ല. അത് കൊണ്ടുവരണം, നിയ്യത്താക്കുക, ഫുള്ളായിട്ട് തന്നെ ഇവിടെ ആ നിലക്ക് രാത്രി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ലൈലത്തുൽ ഖദർ അത് ഈ ഒരു ഒറ്റയായ രാവുകളിൽ ആയിരിക്കും. ഖൈറും മിൻ അൽഫി ശഹർ, ആ ദിവസത്തെ പറ്റിയാണ് സൂറത്തു ദുഖാനിൽ ഞാൻ ഓതി വെച്ച ആയത്തിലുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നത് റമദാൻ മാസത്തിലാണെന്നും ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസം. അതിൽ നമ്മൾ പെട്ടാൽ എന്തുമാത്രം രക്ഷ നമുക്ക് കിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും അയാൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ആ ഒരൊറ്റ രാത്രിയിൽ 1000 മാസത്തെ പുണ്യം കൊണ്ട് അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അതിമഹത്തായ അസുലഭ അവസരമാണിത്. മുഅ്മിനുകൾ, ആരാ മുഅ്മിൻ? ആ ബുദ്ധിയുള്ളവൻ, അല്ലദീ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, അയാൾ ചിന്തിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ആ പരലോക ജീവിതത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. യഹ്ജതഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹാ, മറ്റ് ദിവസങ്ങളിൽ ചെയ്യാത്ത അത്ര അതിനു വേണ്ടി നബി കഠിനാധ്വാനം നടത്തുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കഴിവിൻ്റെ പരമാവധി. വന്നാസു നിയാമൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കെ കിടന്നുകൊണ്ടിരിക്കെ നമസ്കരിക്കുക എന്നതിൻ്റെ പ്രാധാന്യവും, ഇസ്തിഗ്ഫാർ നടത്തുക എന്നതിൻ്റെ പ്രാധാന്യവും, തൗബ ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യവും ഈ അവസരങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ റബ്ബ് കരുണാവാരിധിയായ അർഹമുറാഹിമായ തമ്പുരാൻ നമ്മളുടെ മുമ്പിൽ ഇതാ നിരത്തി വെച്ചിരിക്കുന്നു, നിവർത്തി വെച്ചിരിക്കുന്നു. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ടെന്നോട് പാപമോചനത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഞാൻ ഉത്തരം നൽകും. ഈ ആയത്തുകൾക്കിടയിലാണ്, റമദാന്റെ ആയത്തുകൾക്കിടയിലാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂലി. അത് അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഈ ആയത്തുകൾക്കിടയിലാണ്. ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്, എന്നോട് അവൻ ദുആ ചെയ്യട്ടെ, അവന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇത്ര പ്രശ്നമായിട്ട് നമ്മൾ ജീവിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാളോടും പറയാൻ പറ്റാത്ത ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളവരില്ലേ, കുടുംബപരമായിട്ടുള്ളവരില്ലേ, ആരും അറിയരുതേ എന്ന് വിചാരിക്കുന്ന കുറെ പ്രശ്നങ്ങളില്ലേ. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ആലോചിക്കി. ഇതിനൊക്കെ തന്നെയും അള്ളാഹ് നമുക്ക് പ്രതിഫലം തരും. അവൻ കൈവടിയില്ല നമ്മളെ. ഒരു വഴി അള്ളാഹ് തുറന്നു തരും. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനല്ല. ആ മക്കൾ നഷ്ടപ്പെട്ട അവസ്ഥ, സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് 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 കണ്ണുകൾ ദുഃഖം കൊണ്ട് അങ്ങേയറ്റം അത് വെളുത്തു പോയിരുന്നു എന്ന് വരെ ഹദീസിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഒരു കാരണവശാലും അള്ളാഹുവിനുള്ള ചോദ്യത്തിൽ നിന്ന് നിരാശനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. റബ്ബ് ഉത്തരം നൽകി. അവരെ രണ്ടുപേരെയും അള്ളാഹു എന്നിൽ ഒരുമിച്ച് കൂട്ടി തന്നേക്കാം. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ നൊമ്പരകളും വേദനകളും പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ഇറക്കി വെക്കാനുമുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അവസാനത്തെ 10 പൂർണ്ണമായ പ്രതിഫലം ലഭിച്ചുകൊണ്ട് പാപമോചനം കിട്ടി സ്വർഗത്തിലെത്തുന്ന സദനങ്ങളിൽ പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ ഇതിൽ കൂടി വസിയത്ത് ചെയ്യുകയും ഞാൻ ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ധർമ്മം ചെയ്തിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ് എന്നാണ് ഓർമ്മ. സഹാബത്തിനോട് പറഞ്ഞല്ലോ, വളരെ പ്രയാസമുള്ള ക്ഷാമവും പട്ടിണിയും ഉണ്ടായിരുന്ന അവസരത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്യൂ, യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്യൂ. എല്ലാവരും കൊണ്ടുവന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയാണ് കൊണ്ടുവന്ന് വെച്ചത്. ചിന്തിച്ചു, സമ്പത്തിന്റെ പകുതി. ജീവിതത്തിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിയൂലേ? അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ചില ആൾക്കാർ അങ്ങനെയുണ്ട്. നമ്മുടെ ജാമിയ നദിയക്ക് വേണ്ടി ഒരു കലക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഖത്തറിൽ നിന്ന് പോരാനൊരുങ്ങി 40 കൊല്ലം അവിടെ നിന്ന് പ്രയാസപ്പെട്ട ഒരു ദീനിയായ ദഅവത്തൊക്കെ നടത്തുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ആളുകൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ എന്ന നിലക്ക് അവർ കലക്ട് ചെയ്ത് ഒരു 2-3 ഏക്കർ സ്ഥലം തെങ്ങുന്തോപ്പ് വാങ്ങിക്കൊടുത്തു. കാരണം അതിന് മാത്രം അയാൾ സേവനം ചെയ്തിരുന്നു. അങ്ങനെ ഈ ജാമിയക്കുള്ള കലക്ഷന് വേണ്ടി എത്തിയപ്പം അയാൾ ആ 2 ഏക്കർ തെങ്ങിൻതോപ്പ് അങ്ങനെ തന്നെ ജാമിയക്ക് സദഖ ചെയ്തു, വഖഫ് ചെയ്തു. വഖഫല്ല, സദഖ തന്നെ ചെയ്തു. ജീവിച്ചിരിക്കുന്ന സദഖ എന്ന് പറയുന്നു. ചിന്തിച്ചു നോക്കി. ഇതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്ന് വെച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തോൽപ്പിക്കാൻ ചെയ്തതാ. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അബൂബക്കറെ വീട്ടിൽ ബാക്കിയുള്ളത്? മുർലാൻവറിന്റെ സ്വത്തിന്റെ പകുതിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഖിയ ലീ ഷൈഅൻ ഇല്ലാ അല്ലാഹു റസൂൽ, അള്ളയും റസൂൽ അല്ലാതെ വേറൊന്നും ബാക്കിയില്ല. തീർത്തും കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അവരാരോ പട്ടിണിയായി പോയോ, അവരാരോ വിഷമിച്ചു. അള്ളാഹു തആല കൊടുത്തില്ലേ? അങ്ങനെ കൊടുക്കുന്ന ആളുകളാകണം നമ്മൾ. നമ്മൾക്കതുണ്ട്. നമ്മളെല്ലാറ്റിനും ചെയ്യുന്നവരാണ്. ഇതൊക്കെ എനിക്കറിയാം. നന്നായിട്ട് കൊയിലാണ്ടിയിലുള്ള ആളുകൾ സദഖയുടെ കാര്യത്തിൽ വളരെ നന്നായി കഴിയും പോലെ ചെയ്യുന്നവരാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ട. റബ്ബിന്റെ അടുക്കലുണ്ട് നമ്മൾക്ക്. ഇന്ന് അതനുസരിച്ച് നമ്മൾ കലക്ഷൻ നടത്തുന്നത് തണലിന് വേണ്ടിയാണ്. വിശദീകരിക്കേണ്ട. ഈ മഹല്ലുമായിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരെ തണലിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ. അത് കിഡ്നി പേഷ്യൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റിയിട്ടും അല്ലാതെ സ്ട്രോക്ക് വന്നിട്ടുമൊക്കെ ഒരു ഭാഗം തളർന്ന് ഫിസിയോ ആവശ്യമായി ഒരുപാട് കാശ് ചെലവാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ അതിനെ ആശ്രയിക്കുകയും ആ നിലക്കുള്ള ആ സംരംഭം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 1 ലക്ഷം 2 ലക്ഷത്തോളം ഉറപ്പിക്കുകയാണ് ഈ ആദ്യത്തെ കിഡ്നി പേഷ്യൻറ്റുകളായ ആളുകൾക്ക് അവർക്കൊരു മാസത്തിൽ ചെലവ് വരുന്നത്. അതുപോലെ 50,000 ഉറുപ്പികയാണ് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഓരോ അവസരത്തിലും മാസത്തിലുമൊക്കെ അവർക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഭാരിച്ച ഒരുപാട് ബാധ്യതയുള്ള ഇതിനെ നമ്മൾ കയ്യിലെടുക്കുകയും നമ്മൾ അതിന് സഹായം നൽകുകയും ചെയ്യുക. കഴിവിൻ്റെ പരമാവധി അത് ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മൾ ചെയ്യുന്ന സദഖയും നമ്മൾ ചെയ്യുന്ന സക്കാത്തും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദാനധർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും കബൂലാക്കുകയും നാളെ പരലോകത്ത് അവൻ നമ്മെ അതിലൂടെ കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇഹത്തിലെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരികയും അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഞങ്ങളുടെ ചോര അള്ളാഹുവേ, ഒരംഗത്തിന് ഒരു വിരലിന് വേദന അനുഭവിച്ചാൽ ശരീരം മുഴുവൻ വേദന അനുഭവിക്കുന്നത് പോലെ ആ മനുഷ്യരുടെ നോമ്പ് തുറക്കാനൊന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ, വെള്ളം പോലും ഇല്ലാത്ത, ഹോസ്പിറ്റൽ മരുന്നുകൾ പോലും നിഷേധിച്ച, സകലം കൊട്ടിയടച്ച, മറ്റുള്ള ആളുകൾ നൽകുന്ന സദഖ പോലും അതിർത്തിയിൽ തടഞ്ഞു വെച്ച് ഉപദ്രവിച്ച് നേരെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ടെന്റുകൾക്ക് മീതെ ബോംബ് വർഷം നടത്തുന്ന, അതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, തമ്പുരാനെ, നീ അവർക്ക് എല്ലാവിധ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ നാട്ടിൽ നിർഭയത്വം നിലനിർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ.
എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.